നവകേരള സദസ്സ് കാനൻ രാജേന്ദ്രൻ മരിച്ചതോടുകൂടി ഒഴിവാക്കിയ 1-2 മണ്ഡലങ്ങൾ, അതായത് മാറ്റിവെച്ച കുറച്ച് മണ്ഡലങ്ങൾ ഇന്നലെയും ഇന്നും ജനുവരി 1, 2 ആയിട്ടാണ് ഇപ്പോൾ നവകേരള സദസ്സ് പരിപാടി നടക്കുന്നത്. ഇപ്പം തൃപ്പൂണിത്തറയിലെ വിഷ്വലാണ് ഈ കാണുന്നത്. ഇത് അവിടെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസും അതുപോലെ തന്നെ DYFI പ്രവർത്തകരൊക്കെ വന്നിങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്നത്. ഇത് തൃപ്പൂണിത്തറ ബൈപ്പാസിനടുത്തുള്ള ആ ഒരു പാർക്കുണ്ട് അവിടെ, ആ പാർക്കിനടുത്താണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോലീസ് വണ്ടി തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഈ പാർക്കിൽ ആരോ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആരോ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ വന്ന് പരിശോധന നടത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കുറേ ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് വണ്ടി വരുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഈ നവകേരള സദസ്സിൽ പിണറായി ഒന്നുമല്ല താരം, ഈ വണ്ടിയാണ് താരം. കാരണം പല മാധ്യമങ്ങളും ആ വണ്ടിക്ക് വരുന്നതിന് മുമ്പേ തന്നെ വണ്ടിക്ക് ഇവർക്ക് കയറാൻ വേണ്ടി ലിഫ്റ്റ്, ഇറങ്ങാൻ വേണ്ടി ലിഫ്റ്റ്, വണ്ടിയിൽ എന്താ പറയുക വലിയ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് പേജിൽ വലിയ അച്ചു നിർത്തിയ കുറേ മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിയാണ് ഈ നവകേരള സദസ്സിലെ താരം. ഇപ്പോഴത്തെ പോലീസ് വണ്ടികളും കമാൻഡോ സെക്യൂരിറ്റി മുഖ്യമന്ത്രിയുടെ വണ്ടിയാണ്, അതായത് നവകേരള സദസ്സിലെ താരം വണ്ടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതാണ് പ്രകാശിൻ്റെ ബോഡി ബിൽഡിങ് അവിടെ കെട്ടി ഇറക്കിയ ബസ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ തൃപ്പൂണിത്തുറ പുതിയകാവ് മൈതാനത്തേക്കാണ് ഈ വാഹനങ്ങളെല്ലാം പോകുന്നത്. പുതിയകാവ് മൈതാനിയിൽ വലിയൊരു ഇത് ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് നവകേരള സദസ്സിൻ്റെ പരിപാടി നടക്കുന്നത്. ഈ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തൃപ്പൂണിത്തുറ ടൗണെല്ലാം കടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക പുതിയകാവ് റൗണ്ടിലേക്ക്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ നീല ടീഷർട്ട് ഇട്ടിട്ട് കുറച്ച് ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. പല വിഷയങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ കരിങ്കൊടി കാണിക്കുമോ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിക്കുമോ എന്ന് കരുതിയിട്ട് അതിനെ എതിർക്കാൻ വേണ്ടി നിൽക്കുന്ന DYFIക്കാരും CPM പ്രവർത്തകരൊക്കെയാണ്. അതുപോലെ തന്നെ പോലീസും ഉണ്ട്. അപ്പോൾ ഈ വഴി ഇതുവരെ എവിടെയും കരിങ്കൊടിയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ തൃപ്പൂണിത്തുറ പൂജാ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ പുതിയകാവ് അവിടെ അമ്പലത്തിൻ്റെ ഒരു വലിയ മൈതാനമുണ്ട്, അവിടെയാണ് കഴിഞ്ഞ ഡിസംബർ 9 നടക്കേണ്ട പരിപാടിയാണ്. പക്ഷേ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചതാണ് കുറച്ച് മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം. അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി നേരെ പുതിയകാവ് അമ്പല മൈതാനിലേക്കാണ്, അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പോലീസ് സെക്യൂരിറ്റിയാണ്. ഇന്നലെ ഇവിടെ എറണാകുളത്ത് വേറെ കരിങ്കൊടി കാണിക്കുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും, എന്നിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുകയൊക്കെ ചെയ്ത വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഭയങ്കര സെക്യൂരിറ്റി. നേരെ അങ്ങോട്ട് പുതിയകാവ് മൈതാനിയിൽ പരിപാടി തുടങ്ങാറായി നല്ല ലേറ്റാണ് പരിപാടി. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളോടി എത്തുമ്പോഴേക്ക് മുഖ്യമന്ത്രിയുടെ വണ്ടി ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് കയറി. ബാക്കി വണ്ടികളെല്ലാം റോഡ് സൈഡിലെ എല്ലാ വണ്ടികളും തടസ്സം നിർത്തിയിട്ടാണ് ഈ വണ്ടികൾ മുഴുവൻ അങ്ങോട്ട് കയറി. ജയറാവ് മൈതാനം കാണുന്നതാണ് പറ്റുന്നത്. അങ്ങനെ തന്നെ ചെണ്ടമേലും കാവടി കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ സ്വീകരണമാണ് കൊടുത്തത്. ഇപ്പോൾ ബസ് സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിൽ നിന്ന് ഇറങ്ങി SP സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ഗാർഡ് ഓഫ് ഓണറൊക്കെ സ്വീകരിച്ചിട്ട് അവർ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം ബാക്കി പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ യാത്രയിലെ താരം അത് മുഖ്യമന്ത്രി ഒന്നുമല്ല, ഡ്രൈവനാണ് ആ താരം എന്ന് പറഞ്ഞില്ലേ. ആൾക്കാർ ഈ ബസ്സിൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. ബസ്സിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ് ഈ കാണുന്നത്. ബസ്സിപ്പം നേരത്തെ മുഖ്യമന്ത്രി ഇറക്കിയപ്പോൾ ഫ്രണ്ട് അങ്ങോട്ട് കയറ്റി വെച്ചപ്പോൾ തിരിച്ച് ബാക്ക് അങ്ങോട്ട് വെച്ചിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ കയറാനുള്ള ഒരു സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടി തിരിക്കുകയാണ്. ആൾക്കാർ മാറണ്ടേ, ആൾക്കാർ ഇതിൻ്റെ മുന്നിലും സൈഡിലും നമുക്ക് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഈ ബസ്സാണ് താരം. കാരണം നമ്മൾ കുറേ റീലിലും കുറേ വീഡിയോയിലൊക്കെ കണ്ട് ഈ ബസ്സൊന്ന് വൈറലാണ്. എൻ്റെ കൂടെ ചേച്ചിനെ കണ്ടു. ചേച്ചിയെ ബസ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കുക, സെൽഫി. ബസ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, അതാണ് എല്ലാവരും ഇവിടെ ഇപ്പോൾ വന്ന 1/4 ആൾക്കാരും ചെയ്യുന്ന പണി അതാണ്. അതൊരു വൈറൽ വണ്ടി. പക്ഷേ ഞാൻ ഈ വണ്ടി കണ്ടിട്ട് എനിക്കിത് വലിയ സംഭവമായിട്ടും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഇപ്പം മുരഹരയുടെയും മറ്റേ കല്ലടയുടെ കയ്യിലൊക്കെ കുറേ വണ്ടികളുണ്ട്. ഇതിലും കീടിലം വണ്ടികൾ, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളുള്ള കീടിലം വണ്ടികളുണ്ട്. ഇതിന് എന്താണോ ഈ വണ്ടിക്ക് ഇത്ര വലിയ പബ്ലിസിറ്റി, ഇത് വലിയ ചർച്ചയാവാൻ കാരണം മന്ത്രിമാരെല്ലാവരും യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ഈ വണ്ടി ദൂർത്താന്ന് പറയുന്ന ടീമുകളുണ്ട് ഈ നാട്ടിൽ. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതിലും വലിയ കീടിലം വണ്ടികൾ ഈ നാട്ടിലുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല, ഒരു ബാത്റൂം അങ്ങാണ്ടേ ഉള്ളൂ. ബാത്റൂം മാത്രമുണ്ട്. ഇതിൽ കയറാൻ ലിഫ്റ്റോ അങ്ങനെയുള്ള ഒന്നുമില്ല. ബാലഗൻസിൻ്റെ വണ്ടിയാണ്. മറ്റേ പ്രകാശിൻ്റെ ബോഡി വർക്ക്ഷോപ്പിലാണ് ഈ വണ്ടി കെട്ടിയത്. ശേഷം 10 ദിവസത്തിനകം അതിന് വ്യക്തമായ മറുപടിയും ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് എനിക്കനുഭവത്തിൽ കണ്ടവരിൽ എൻ്റെ ഓഫീസിൽ പറയാനില്ല. ആ വാഗ്ദാനം നടപ്പിലാക്കുക. അതുകൊണ്ടാണ് SFIയുടെ സംസ്ഥാന നേതാവ് ആർഷോയാണ്. ആർഷോ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡുമായിട്ടൊക്കെ സംസാരിക്കുകയാണ്.
പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരൊക്കെ തിരിച്ച് ഈ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അത് ഫോട്ടോ എടുക്കാനും കാണാനും വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇവിടെ. ഈ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ട് ഇനി മുഖ്യമന്ത്രി വേറെ എനിക്ക് തോന്നുന്നു കോലഞ്ചേരി കണ്ട അടുത്ത പരിപാടി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം അങ്ങനെ നവകേരള സദസ്സ് പരിപാടിയുടെ അവസാന പരിപാടികളിലേക്ക് എത്തുകയാണ്. ശരിക്കും ഡിസംബർ 9 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കേണ്ട പരിപാടിയാണ്. പക്ഷേ ഖാനം മരിച്ചതുകൊണ്ട് പരിപാടി മാറ്റി. അപ്പോൾ അതേ മുഖ്യമന്ത്രി വരുന്നുണ്ട് കാണാൻ വേണ്ടി. അതേ കമാൻഡോസും മറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും അവിടെയുള്ള ആളുകൾ കുറച്ച് പുറകിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് വേണം മുഖ്യമന്ത്രിക്ക് വരെ ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സദസ്സിൽ എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി പ്രകാശിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഈ സദസ്സ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ജില്ലാ ഭരണകൂടത്തെയും ഉദ്യോഗസ്ഥന്മാരെയും വളണ്ടിയർമാരെയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.